നമസ്കാരം. അയ്യോ, അത് ആരാ ഈ നടന്നു പോകുന്നത്? ആരാത്? ആരാത്? ഇരുട്ട് വാക്കിന് ദേ നോക്കിയേ, ഒരു വെള്ള രൂപം. നമ്മുടെ നാട്ടിൽ പണ്ട് പറയില്ലേ, ഇരുട്ട് വാക്കിന് തൂവെള്ള വസ്ത്രം ധരിച്ചു പോകുന്നത് ആരാണ്? ഒരു പൊതു കാഴ്ചപ്പാടിൽ ഏതോ ഒരു ഗതി കിട്ടാതെ അലയുന്ന പ്രേതമാണ്. ആ പാലത്തിലെ വെട്ടമുള്ളത് കൊണ്ട് ആളെ അറിയാൻ പറ്റുന്നു. നോക്കിയേ, അതാരം. അയ്യോ, ഇതാര്? നമ്മുടെ അമ്പൂക്കയോ? ഇതെന്താ? റിയാസ് മരുമോൻ നിർമ്മിച്ച ഓൾഡ് ഫറൂഖ് പാലത്തിലേക്കൊക്കെ രാത്രി ക്യാമറയായിട്ടൊക്കെ എത്തിയിരിക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ പിണറായിസം തീർക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണ്. നടന്നിപ്പോ ഫറൂഖ് പാലം വരെ എത്തിയിട്ടുണ്ട്. അതുവരെയുള്ള പിണറായിസം മുഴുവൻ തീർത്തിട്ടുള്ള പോക്കാണ്. കണ്ടില്ലേ എങ്ങനെ നടന്നൊരു മനുഷ്യനാണ്. ഇപ്പോ കൃത്യമായി എന്താണ് ഗതി കിട്ടാതെ അലയുന്ന രാഷ്ട്രീയ പ്രേതമെന്ന്. ഇന്നലെ എന്തോ KC വേണുഗോപാലിനെ കാണാൻ പോയതാണ്. സതീശനേക്കാൾ വലിയൊരു നേതാവ് ഈ നാട്ടിലുണ്ടല്ലോ. നേരിട്ട് പോയി കണ്ട് ഞാൻ ആ വിഷയത്തിൽ തീരുമാനമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വണ്ടിയും പിടിച്ച് പോയതാണ്. അവസാനം വണ്ടിക്ക് കൊടുക്കാൻ പൈസ ഇല്ല, അയാൾ അവിടെ ഇറക്കി വിട്ടിട്ട് പോയി. അങ്ങനെ ഫറൂഖ് പാലത്തിൽ കൂടി തേരാപ്പാറ നടക്കുന്നത് കണ്ടിട്ട് നാട്ടുകാർ ഫയർഫോഴ്സിനെയും പോലീസിനെയും വിളിച്ചു പറഞ്ഞു, ഒരാൾ സംശയാസ്പദമായിട്ട് പാലത്തിൽ കൂടെ തേരാപ്പാറ നടക്കുന്നുണ്ട്, ഇനി എങ്ങനെ പ്രകടിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഫയർഫോഴ്സും പോലീസും എല്ലാം കൂടി വന്ന് കയ്യും കാലും കെട്ടി നേരെ വെളുക്കുന്നവരെ സെല്ലി ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇപ്പോ തുറന്നു വിട്ടതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ ഗതി കിട്ടാതെ അലയുന്നതിന്റെ ഇടയിൽ നടന്നു പോകുന്നത് സർക്കാർ ഉണ്ടാക്കിയ നല്ല സുന്ദര റോഡിലൂടെ. റിയാസ് സൃഷ്ടിച്ച ഫറൂഖിലെ നല്ല പാലവും അതിലെല്ലാം ലൈറ്റിംഗ് എല്ലാം ചെയ്തിരിക്കുന്നത് കണ്ടിട്ട് ഉള്ളിൽ ഇങ്ങനെ കുളിരുകൊണ്ട് ആ നടത്തമുണ്ടല്ലോ, ആ നടത്തത്തിന്റെ ഇടയിൽ പിണറായിസം അവസാനിപ്പിക്കണമെന്ന ചിന്തയോടൊപ്പം തന്നെ കാഴ്ചകൾ കണ്ട് കണ്ണ് മഞ്ഞളിച്ചു പോകുന്ന അവസ്ഥയുണ്ടായി. എന്തായാലും ഓരോരുത്തരുടെ ഒരു അവസ്ഥയെ, ഒരിടത്ത് നിന്ന് ഈ നല്ല ആഹാരമൊക്കെ കഴിക്കുമ്പോൾ എല്ലിന്റെ ഇടയിൽ കുത്തുന്ന പ്രശ്നം ഉണ്ടാവും. ആ എല്ലിന്റെ ഇടയിൽ കുത്തിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. അവിടെ നിന്നപ്പോ ഞാനാണ് ഈ നാട്ടിലെ മുടിചൂടാ മന്നൻ, ഞാൻ പുത്തൻ വീട്ടിൽ ഷൗക്കത്ത് അലിയുടെ ആ തറവാട്ട് മഹിമയിലാണ് ഇത്രയും വലിയ പേരും പെരുമയൊക്കെ ഉണ്ടായി എന്ന് കരുതി. എന്തായി ഇപ്പോ? നായ്ക്കും വേണ്ട പേയ്ക്കും വേണ്ടാത്ത അവസ്ഥയിൽ ഗതി കിട്ടാതെ നാട് നീളെ നടന്ന് ഈ നാട്ടിൽ ആരെയൊക്കെ ഇന്നലെയൊക്കെ പോയി പുലഭ്യം പറഞ്ഞോ അവരുടെ കാല് പോയി നക്കേണ്ട ഗതികേടിലേക്ക് എത്തിയ ഒരു മനുഷ്യൻ. തറവാട്ട് മഹിമയാണത്രേ. ജവഹർലാൽ നെഹ്റു വന്ന് താമസിച്ച വീടാണ് പോലും. നാടോ മാനോ അയവാനും ഉണ്ടാണോ? അന്തസ്സുള്ള മനുഷ്യർക്ക് ചേർന്ന പണിയാണോ? എന്താ കരുതിയെ? പിണറായിസം എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ നാട് മുഴുവൻ എന്റെ പിന്നിൽ അണിനിരക്കുമെന്ന്. ഇപ്പൊ കോൺഗ്രസ്സുകാർക്ക് പോലും വേണ്ട, ഒരു മടല് നാവ് മാത്രമേ കൈവശമുള്ളൂ. അല്ലാതെ ഇത് വെറും പാഴാണെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ പോലും പുച്ഛിച്ച് തള്ളി അവഗണിച്ച് വെറും കറിവേപ്പിലയ്ക്കും താഴെയാക്കി കഴിഞ്ഞ ഒരു വ്യക്തിയായപ്പോ കേരള രാഷ്ട്രീയത്തിലെ PC ജോർജിനെക്കാളും നിലവാരം താഴെ പോയ ഒരു വ്യക്തിയായിട്ട് ഇങ്ങനെ തേരാപ്പാര നടക്കുകയാണ്. ആ നടത്തത്തിന്റെ ഫുൾ ദൃശ്യം കൂടി നിങ്ങളൊന്ന് കാണും. വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുതേ, വരാതിരുന്നാലോ ചേട്ടന്റെ പരാതി തീരൂല. വേണമെങ്കിൽ ആ കണ്ണീർ പൂവിന്റെ ബീജം കൂടി ഇടാം. അതിലും ഇതുപോലെ മോഹൻലാൽ കല്യാണം മുടങ്ങുന്ന സന്ദർഭത്തിൽ ഇറങ്ങി നടന്നു പോകുന്നതാണ് ഇപ്പോ കിരീടം പാലമായി മാറിയിട്ടുള്ളത്. അതുകൊണ്ട് വരും കാലങ്ങളിൽ ഗതി കിട്ടാതെ അലഞ്ഞത് കൊണ്ട് ജമ്മത്ത് അതിന് അമ്പൂക്ക പാലമൊന്നോ അൻവർ പാലമൊന്നും ആരും വിളിക്കില്ല. അത്രമാത്രം പാപമൊന്നും ആ പാലം ചെയ്തിട്ടില്ല. അപ്പോ ഇങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ നടന്ന് ഒടുങ്ങാൻ പോകുന്ന ഒരു രാഷ്ട്രീയ പ്രേതമായി അമ്പൂക്ക മാറിയിട്ടുണ്ട്. ആ ജീവിതം കണ്ടിട്ട് ഈ നാട്ടിൽ കടലിൽ കിടക്കുന്ന ചിലർക്കൊക്കെ ഒരു തിരിച്ചറിവുണ്ടാകണം. അത് ഉള്ളിൽ ചില അഹങ്കാരങ്ങൾ ഉണ്ടാക്കിയാൽ, തൻ പ്രമാണിത്വം ഉണ്ടാക്കിയാൽ, താനാണെന്നൊരു തോന്നലുണ്ടാക്കിയാൽ, ഞാൻ എന്നൊരു വിചാരമുണ്ടായാൽ എന്താണ് വരുംകാല അവസ്ഥയെന്ന് ദേ ഈ ഗതി കിട്ടാതെ അലയുന്ന നടത്തത്തിലുണ്ട്. അതുകൊണ്ട് ഇത് കാണുന്നവർ ഒരു ശ്രദ്ധിക്കുക. ഇതുപോലെ പലയിടങ്ങളിലും വെള്ളയും ധരിച്ച ഒരാൾ കടന്നു വരും. അത് പ്രേതമല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ലൈറ്റും CCTV ഒക്കെ വന്നപ്പോ പ്രേതത്തിന്റെ സാന്നിധ്യമില്ല. ഇതിപ്പോ കൃത്രിമമായി ജീവിച്ചിരിക്കുന്ന ഒരു പ്രേതം ഗതി കിട്ടാതെ അലയുന്നതാണെന്ന് നാട്ടുകാരെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ് ഈ വീഡിയോ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്. ഈ തീപ്പന്തം പോലെ ഞാൻ കത്തും. എനിക്കൊരാളിൽ പഠിക്കേണ്ട കാര്യം തന്നെ. ഈ ജനങ്ങളോട് സമാധാനം പറഞ്ഞാൽ മതി. പണ്ട് എനിക്ക് പരിമിതി ഉണ്ടായിരുന്നു ഇതിനകത്ത്.